ശ്രീ ഗുരുവായൂരപ്പ ശരണം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം പട്ടേരിപ്പാടുപണ്ടസ്തുതി ദശശതകം കാഴ്ചവെച്ചെന്നു കോരിക്കൊട്ടേരല്ലോ കൊടുത്തു കനിവിനുടവിടുന്നായുരാരോഗ്യ സൗഖ്യം വിട്ടേ പോവാതൊരി ദുർദശയോടു ശതകം ചൊല്ലിയോനല്ലി ഞാൻ ഇപ്പട്ടേരിക്കും തരാവോ ഗതശമന സുഖം സാനുപാദാനുകമ്പം. ഇന്നലെ നമ്മൾ എവിടെ വെച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ നാരദരി ഭഗവാന്റെ അടുത്ത് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് നമ്മള് എവിടെ വെച്ചത്. ഭഗവാനെ പരീക്ഷിക്കാൻ പോയത് പരീക്ഷ മതിയായി. അപ്പോൾ ഭഗവാൻ പറയുന്ന സത്യം അറിയുന്നവൻ അത് പറയുന്നവൻ ഇവരാണ് ലോകത്തിന് ആവശ്യം. കർമ്മത്തിലെടുത്ത് ചാടരുത്. ആലോചനയും ചിന്തയും താങ്ങായി വേണം ഓരോ പ്രവൃത്തിയും അനുഷ്ഠിക്കുന്ന സമയത്ത്. നാരദരെ, ഈ സത്യം അങ്ങ് ലോകത്തിന് നൽകും. ഇപ്പോൾ തന്നെ ആവുന്നത്ര കർമ്മവ്യാപാരങ്ങളിൽ മുഴുകൂന്ന് പറഞ്ഞിട്ട് ഒരു മകനെ അച്ഛൻ ഉപദേശിക്കുന്നത് പോലെ ഭഗവാൻ നാരദരെ ഉപദേശിച്ചു വിട്ടു. വേണ്ടാതെ പണിക്കാർ കണ്ടാട്ടോ, എന്നെ പരീക്ഷിക്കാൻ മാത്രമായോ അങ്ങന്ന് മനസ്സിൽ പറഞ്ഞു ഭഗവാൻ. പുറത്തു പറയില്ലല്ലോ അങ്ങനെ ഭഗവാനെ വന്ദിച്ച് ആ ബാഹ്യമായ ചലനങ്ങൾ കൂടാതെ ഒരു നിമിഷം പരബ്രഹ്മത്തിലെത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നാരദൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് നടന്നു എന്ന് പറയണം. പിന്നെന്താ, പിന്നീട് നമുക്ക് അനിരുദ്ധന്റെ വിവാഹത്തിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അനിരുദ്ധൻ ഉണ്ടല്ലോ, ഭഗവാന്റെ പൗത്രനല്ലേ അനിരുദ്ധൻ. അദ്ദേഹം ധാവണ്യെടുത്തത് നോക്കാതെ നമുക്ക്. അസുരചക്രവർത്തിയായ മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഏറ്റവും മുമ്പനും വമ്പനും ആണ് ബാണാസുരൻ. ബാണൻ വരബലത്താൽ രാക്ഷസരാജന് വാരിജോത്ഭവനിൽ നിന്ന് ദീർഘായുസ്സും ദീർഘകാല സൗഭാഗ്യവും ലഭിച്ചിരുന്നു. ദീർഘായുസ് കിട്ടിയാൽ തന്നെ പോരെ, രാക്ഷസന്മാർക്ക് വേറൊന്നും വേണ്ട. കൃതയുഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ജനിച്ച് അവൻ ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗത്തിലും ജീവിക്കുകയാണ്. ഈ ബാണാസുരൻ അയൽരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ശോണിതപുരം എന്നൊരു മഹാനഗരി ബാണൻ നിർമ്മിച്ചു. പട്ടണത്തിലെ അതുല്യ പ്രഭാവത്തോടെ ബാണനങ്ങനെ ജീവിക്കുകയാണ്, രാജ്യം ഭരിക്കുകയാണ് എന്നർത്ഥം. പൂബാണവൈരിയായ ശിവന്റെ ഉത്തമ ഭക്തനായിരുന്നു ബാണൻ. ആരുടെ? മഹാദേവന്റെ. ഒരിക്കൽ ശിവദർശനത്തിന് വേണ്ടി ബാണൻ ഇവിടെ പോയി കൈലാസത്തിലെത്തി. പക്ഷേ ഭഗവാൻ അവിടെ കണ്ടില്ല മഹാദേവനെ. ശിവനെ കാണണമെങ്കിൽ തപസ് അനുഷ്ഠിക്കണമെന്ന് പാർഷദന്മാർ പറഞ്ഞു. വെറുതെ ഇങ്ങനെ കാണാൻ വന്നാലൊന്നും ഭഗവാനെ കാണാൻ പറ്റൂല, തപസ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് പാർഷദന്മാർ പറഞ്ഞു. ബാണൻ അതനുസരിച്ചു ഗർവം കളഞ്ഞ് വെള്ളിക്കുന്നിനു താഴെ ബാണൻ തപസ്സനുഷ്ഠിച്ചു. ഞാറപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഞാറകളുടെ തണലിൽ ബാണൻ തപസ് തുടർന്നു. വിചിത്രമായൊരു രീതിയിലായിരുന്നു ബാണാസുരന്റെ തപസ്. എങ്ങനെയെന്ന് വെച്ചാല് ആ തപസ്സിന് അത്യധികം പുതുമയും ഉണ്ടായിരുന്നു. ശിവന്റെ വിഭ്രമജനകമായ താണ്ഡവ നൃത്തം മനസ്സിൽ കണ്ട് ആ നൃത്തത്തിനൊപ്പം മുരശു മുഴക്കിയായിരുന്നു ബാണൻ തപോവൃത്തിയിൽ ഏർപ്പെട്ടത്. ആ ഭഗവാന്റെ നൃത്തം ഇങ്ങനെ മനക്കണ്ണിലൂടെ കണ്ടിട്ട് അതിന് കണക്കായിട്ട് ഇങ്ങനെ മുരശു കൊട്ടിക്കൊണ്ടാണ് തപസ് ചെയ്തത്. ഇതുവരെ ഒരാളും ഇങ്ങനെ ഒരു തപസ് ചെയ്തിട്ടില്ല. ബാണൻ മുരശിലൂടെ ആവിഷ്കരിച്ചു.
നൃത്തത്തിന്റെ പദചലനവും ആംഗ്യഭാഷങ്ങളും ഓരോ തിരിയാറാകുന്ന വിധത്തിലാണ് മനസ്സിലൂടെ അവർ ആവിഷ്കരിച്ചത്. അങ്ങനെ നാളുകൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഹൃദ്യമായ ഈ നാദം വായുവിലൂടെ ശിവന്റെ സന്നിധിയിലെത്തി. ശിവൻ ബാണാസുരന് പ്രത്യക്ഷനായി. ബാണന് 1000 കരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്തിനാ? ഈ താളം പിടിക്കാൻ തന്നെ. അതിനു പുറമെ മറ്റൊരു വരം കൂടി അവൻ ചോദിച്ചു. അങ്ങനെ പാർവതീ സമേതം പരിവാരങ്ങളോടുകൂടി എന്റെ കോട്ടവാതിൽക്കൽ കാവൽ നിൽക്കണം. ഒരേ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം. ഇതായിരുന്നു രണ്ടാമത് ചോദിച്ച വരം. ശിവൻ ഒന്ന് പുഞ്ചിരിച്ചു. ഭക്തനല്ലേ, ചോദിക്കുന്നത് നൽകാതിരിക്കാനാവുകയില്ലല്ലോ. ശിവൻ കനിഞ്ഞനുഗ്രഹിച്ചു. ഇങ്ങനെ മഹാദേവൻ സ്കന്ദ ഗണേശാദി നന്ദന്മാരോടും ഭൂതഗണങ്ങളോടും കൂടി അംബികാസമേതം അസുരാധിപന്റെ ഗോപുര കാവൽക്കാരായി തീർന്നു. അങ്ങനെ ചോദിക്കാവൂ ഇവൻ ഈ അസുര സ്വഭാവം തന്നെ അത്. ഒരിക്കൽ ശിവൻ ഇങ്ങനെ പാർവതിയോട് പറയുകയും ചെയ്തു, ദാനം ഏതുവിധമായാലും നല്ലത് തന്നെ, പക്ഷേ ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ചില ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് എൻ്റെ ഒരു സ്വഭാവമാണ് പാർവതി എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അതിനനുസരിച്ച് ഞാൻ തഥാസ്തു എന്ന് പറയുന്നതാണ് ഇങ്ങനെ അനുഭവിക്കാൻ ഇടവന്നത് നമുക്ക്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ദുർമതാന്ധനായി തീർന്നു ബാണാസുരൻ. ഒരു ദിവസം അന്ധകാന്തകനോട് പറഞ്ഞു, ദേവാ, അങ്ങ് അനുഗ്രഹിച്ചു നൽകിയ ഈ കരങ്ങളുണ്ടല്ലോ, 1000 കൈകൾ, അതെനിക്ക് ഭാരം തന്നെയാണ്. എന്താ? മറ്റൊന്നും കൊണ്ടല്ല, എന്നോട് എതിർക്കാൻ ഈ ത്രിഭുവനത്തിൽ ഇനിമേൽ ആരും ഉണ്ടാവുകയില്ലല്ലോ. എനിക്ക് 1000 കൈയുള്ളത് കൊണ്ട് 2 കൈയുള്ളവരൊന്നും വന്നിട്ട് എന്നോട് എതിർക്കാൻ വരില്ല. പക്ഷെ എനിക്കാണെങ്കിൽ കൈത്തരിപ്പ് തീർക്കുകയും വേണം. സാമന്തന്മാരെല്ലാവരും എനിക്ക് കീഴ്പ്പെട്ടു. കപ്പം കൊടുത്തു വിടുന്നുണ്ട് എന്നെ പേടിച്ചിട്ട്. ഭൂമണ്ഡലത്തിൽ എന്നെ എതിർക്കുവാൻ ആരും കാണുകയില്ല. യുദ്ധം ചെയ്യാത്ത കരങ്ങൾ എന്തിനാണ് ഒരു രാജാവിനും ഭൂഷണമല്ലാതെ? അതുകൊണ്ട് അങ്ങുമായി തന്നെ ഒരു യുദ്ധം തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. അഹങ്കാരം നിറഞ്ഞ വാക്ക് കേട്ട് ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട. നിന്റെ മതമടക്കുവാൻ ഒരിക്കലൊരു മഹാപുരുഷൻ ഇവിടെ വരും. നിനക്ക് ഭാരമെന്ന് തോന്നുന്ന ഈ 1000 കൈകളും അദ്ദേഹം വെട്ടിമുറിക്കും. നിന്റെ കൊടിമരം മുറിയുന്ന ദിവസമായിരിക്കും അദ്ദേഹത്തിന്റെ ആഗമനം. കാത്തിരുന്നോളൂ. ബാണാസുരൻ തെല്ല് പുച്ഛത്തോട് ചോദിച്ചു, ഗണനായക, എന്താണ് ഞാൻ കേൾക്കുന്നത്? എന്റെ കരങ്ങൾ മുറിക്കുവാൻ കരുത്തുള്ള ഒരു മഹാപുരുഷൻ ലോകത്ത് ജനിച്ചിട്ടുണ്ടെന്നോ? എന്നാലതൊന്ന് കാണണം. ആരോട് പറഞ്ഞു? ഉണ്ണി ഗണപതിയോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അട്ടഹസിച്ച് ബലിസുതൻ കൊട്ടാരത്തിലേക്ക് നടന്നു. എങ്കിലും അന്ന് മുതൽ ബാണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളകത്തൊരു ഭയം ഉണ്ട് മൂപ്പർക്ക്. ദിവസം അത് മുറിയുന്നുണ്ടോ, കേതു മുറിയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ നാരദ മഹർഷി ദ്വാരകയിലേക്ക് എഴുന്നള്ളി. അപ്പൊ ഭഗവാൻ നാരദനെ സ്വീകരിച്ചിരുത്തി വിശേഷങ്ങൾ ചോദിച്ചു. നാരദരെ, എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കേശവ, ബാണാസുരന്റെ അഹമ്മതി നാൾക്ക് നാൾ കൂടുകയാണ്. അവനെ അമർച്ച ചെയ്യുവാൻ അമാന്തിച്ചാൽ രാക്ഷസ ശക്തിക്ക് കനം വർദ്ധിക്കും, അതുറപ്പാണ്. എന്നല്ല, മഹാദേവൻ അവന്റെ കോട്ടവാതിൽ സംരക്ഷകനായി കഴിയുവാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ജോലി കൃത്യവിലോപം വരുത്താതെ ശിവൻ അനുഷ്ഠിക്കുന്നുണ്ട് പാവം. ഇനിയും ബലിസുതനെ വാഴിക്കുക ദുസ്സഹമല്ലേ ഭഗവാനെ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനിക്കറിയാത്തതോ കാര്യങ്ങള്. ജരാസന്ധന്റെ ശക്തിക്ക് കാരണക്കാരൻ ഈ ബാണൻ തന്നെ. ബാണന്റെ അന്ത്യം അടുത്തു. അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അങ്ങതറിയുന്നില്ല അല്ല നാരദരെ? അതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ അടുക്ക് അണിയറക്കുള്ളില്. കാലമെല്ലാം പൂർത്തിയാക്കും. അങ്ങ് ധൈര്യമായി കോഴിക്കോട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സംസാരിച്ചു. ലോകകാര്യങ്ങളെ കുറിച്ചൊക്കെ രണ്ടുപേരും സംസാരിച്ചു. ബാണാസുരൻ സുന്ദരിയായൊരു മകളുണ്ട്. ഉഷസ് പോലെ ലാവണ്യം വഴിഞ്ഞൊടുങ്ങുന്ന ഒരു പെൺകുട്ടി. ഉഷ എന്നത് തന്നെയാണ് അവളുടെ പേര്. തന്റെ പുത്രിയുടെ സൗന്ദര്യത്തിൽ ബാണൻ എന്നും അഭിമാനിച്ചിരുന്നു. അവൾക്ക് അനുരൂപന ഒരു വരനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ബാണൻ വിഷമിക്കുകയും ചെയ്തിരുന്നു. ഇത്ര കൊത്ത സുന്ദരന്മാരില്ല ഭൂമിയിൽ. അത് തന്നെ കാരണം. ത്രിഭുവനത്തിൽ മകൾക്ക് അനുഗുണനായ ഒരുവൻ ഉണ്ടായിരിക്കുകയില്ലെന്നാണ് ബാണന്റെ വിശ്വാസം. ഉഷസ്സിൽ ഉണർന്ന് നിത്യവും സ്നാനം നടത്തി
പാർവതിയെയും പരമശിവനെയും വന്ദിക്കുക പതിവാണ്. നല്ല കുട്ടിയാണ് ഉഷ. ഒരു ദിവസം അവൾ പതിവ് പോലെ കുളിച്ചേറൻ മാറി കുസുമങ്ങ് ചൂടി മഹാദേവിയെയും മനസ്സിലോർത്ത് ഗോപുരവാതിൽക്കലെത്തി. പരമശിവൻ ഉമാദേവിയുടെ അങ്കത്തട്ടിൽ മലർന്ന് കിടന്ന് ഏതോ സ്വകാര്യ ഭാഷണം നടത്തുകയായിരുന്നു. അപ്പോൾ ദേവിയുടെ മുമ്പിലേക്ക് ഉഷ പെട്ടെന്നാണ് ഇറങ്ങി വന്നത്. പാർവതി പരമേശ്വരന്മാരുടെ സ്വകാര്യ ഭാവം ഉഷയിൽ കാമതഭാവം നിറച്ചു. ലജ്ജാവനം പ്രമുഖ്യായി അവൾ നിന്നു. പരമശിവൻ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു. ഉഷയെ ദേവി അനുഗ്രഹിച്ചു. എന്താ വേണ്ടത് കുട്ടിയെന്ന് ചോദിച്ചു. ഉഷ പറഞ്ഞു, ദേവി ശൈലേന്ദ്രനന്ദിനി, അവിടുത്തെ പരമശിവൻ എന്നതുപോലെ അനുരൂപന ഒരു കാന്തൻ എനിക്കുണ്ടാവാൻ കന്യ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. ഉഷയുടെ പ്രാർത്ഥന ഉമാദേവിയുടെ ഉള്ളത്തെ സ്പർശിച്ചു. ദേവി അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് കൽപ്പിച്ചു, ബാലേ കുട്ടി, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രീതിയായിരിക്കുന്നു. ഇന്നേക്ക് 3-ാം ദിവസം രാത്രിയിൽ അതിയോഗ്യനായ ഒരു തരുണനെ നീ സ്വപ്നത്തിൽ കാണും. അവൻ ഭർത്താവായി നിന്നെ ആനന്ദിപ്പിക്കുകയും ചെയ്യും. പോരെ? മന്ദാക്ഷഭാവത്തോടെ ആ മനോഹരാഗി മാമല മകളെ വന്ദിച്ചു. മഹാദേവിയെ വന്ദിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമായി. നിശാവേളയിൽ ആ പേശലാങ്കി നിദ്ര ചെയ്യുന്ന സമയത്ത് കുസുമശര സുന്ദരനായ ഒരു യുവാവതാ വന്നിട്ട് സ്വപ്നത്തില് തന്നോടുകൂടി രമിക്കുന്നതായി സ്വപ്നം കണ്ടു അവള്. സ്വപ്നത്തിൽ അവളെ അവൻ ആനന്ദിപ്പിച്ചു. ആഹ്ലാദ വിവശയായി രോമാഞ്ചം കൊണ്ടു ആ പെൺകുട്ടി ഞെട്ടി ഉണർന്ന് കമിതാവിനെ കെട്ടിപ്പുണരുവാൻ ഭാവിച്ചു. അപ്പോൾ ആരുള്ളത്? ആരുമില്ല. അനങ്കതുല്യനായ കോമളാങ്കൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അനങ്കതുല്യനല്ലേ, അനങ്കന്റെ മകനല്ലേ. നിമിഷ നേരത്തേക്ക് സ്വബോധം തന്നെ ഉഷക്ക് പോയിരുന്നു. കമിതാവ് മഞ്ചത്തിലുണ്ടെന്ന് തന്നെ അവൾ ധരിച്ചു. ഉടങ്ങാനുണ്ട് എന്ന് സ്വപ്നെന്ന് തോന്നി ചവിട്ടിക്ക്. യാഥാർത്ഥ്യം തന്നെ തോന്നി. അറയിലെ അരണ്ട പ്രകാശത്തിൽ അവൾ ചുറ്റും പതറി നോക്കി. മനസ്സിനെ അപഹരിച്ച പുരുഷൻ അടുത്തില്ലെന്ന് ബോധ്യമായപ്പോൾ അവൾ കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. ബാണ സജീവനായ മന്ത്രിയായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ ഉഷയുടെ ഉറ്റ തോഴിയാണ്. അവള് ഉഷയുടെ അടുത്ത് തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. രാജകുമാരിയുടെ പരിദേവനം കേട്ട് അവൾ ഉണർന്നു. പര്യങ്കത്തിൽ കമഴ്ന്ന് കിടന്ന് ഏങ്ങലടിച്ച് കരയുന്ന ഉഷയാണ് ചിത്രലേഖ കണ്ടത്. പെട്ടെന്ന് അവൾ ഉഷയുടെ സമീപം ചെന്നു. എന്തേ? സ്വാമിനിയെ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്തേ ഇങ്ങനെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ബാണാസുരന്റെ സുതയങ്ങുഷ എന്നു പേരാം ഏണങ്ക ബിംബമുഖി അന്നൊരു നാൾ കണ്ടാൽ കിനാവിലനിരുദ്ധനെ ദൈവഗത്യാ പണ്ടാറണിക്കുഴലി പിന്നെ ഉണർന്നു കേണാൾ. അങ്ങനെ കരയുമ്പോഴാണ് ഈ കൂട്ടുകാരി എഴുന്നേറ്റത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന നിർബന്ധം സഹിക്കാനായപ്പോ സ്വപ്നത്തിൽ കണ്ട സത്യം തുറന്നു പറഞ്ഞു. കണ്ടേനഹങ്കമപി കാമിനി ചിത്രലേഖേ കണ്ടാൽ മനോഹരനവൻ നവകാമദേവൻ സ്വപ്നം സുഖാദ്യ വിഫലം സ്വഫലം നവന്യേ പിന്നെ കഥാചിതപി കണ്ടതുമില്ലടോ ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പൊ ആ സുന്ദരനെ എൻ്റെ അടുത്ത് എത്തിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം എനിക്ക് ജീവിക്കാനാവൂല എന്നല്ല, ആ സുന്ദരൻ എൻ്റെ നാഥനാവുമെന്ന് ഉമാദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തോഴി, എൻ്റെ നാഥനെ കൂടാതെ എനിക്ക് പുലരുവോളം പോലും കഴിയുവാനാവുക. എനിക്ക് ഇപ്പം കിട്ടണം എൻ്റെ അടുത്ത്. ഇങ്ങനെ പറഞ്ഞു ഉഷ തൽപ്പത്തിൽ അല്പബോധയായി വീണുപോയി. ഉഷയുടെ വിരഹം മനസ്സിലാക്കിയ ചിത്രലേഖ ചിലതെല്ലാം ഉള്ളിലോർത്ത് ചിത്രപടവും ആലേഖ്യ വസ്തുക്കളും എടുത്തുകൊണ്ട് നന്നായിട്ട് ചിത്രം വരക്കും ചിത്രലേഖ. പേരുപോലെ തന്നെ ചിത്രം ലേഖനം ചെയ്യുന്നതിൽ വിദഗ്ധയാണ് അവള്. ചിത്രരചനയിൽ അതുല്യ വിദഗ്ധയായിരുന്നു ചിത്രലേഖ. അണിമ ആദി അഷ്ടൈശ്വര്യ സിദ്ധിയോടുകൂടി അവൾ സുന്ദരന്മാരായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ ഇതല്ല അപ്പോൾ വർണ്ണിച്ച മാതിരിയുള്ള പുരുഷന്മാരുടെ തങ്കവിഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി
നിമിഷം കൊണ്ട് ചിത്രലേഖ വരച്ചു തീർത്തു. ഇതൊന്നുമല്ല, ദേവന്മാരുടെ അഷ്ടദിക്പാലരുടെ എല്ലാവരുടെയും ചിത്രം വരച്ചു. അവക്കൊന്നിനും സാമ്യമില്ല. എന്തൊരു കഥയാണിത്, ചിത്രലേഖ ആലോചിച്ചു. വിവാഹയോഗ്യരായ മുനികുമാരന്മാരുടെ ചിത്രങ്ങൾ എഴുതി കാണിച്ചു. അയ്യോ, അതൊന്നും അല്ല കേട്ടോ. ചിത്രലേഖ അതിനുശേഷം യദുവംശത്തെ എഴുതി കാണിക്കുവാൻ തുടങ്ങി. അവൾ ആദ്യമായി കേശവന്റെ ചിത്രം വരച്ചു കാണിച്ചു. ഉഷ ആ ചിത്രത്തെ സൂക്ഷിച്ചു നോക്കി. ഏതാണ്ട് ആകൃതി ശരി തന്നെയാണ്, പ്രായം കൊണ്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രലേഖ പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കാണിച്ചു. ആകൃതി ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, പക്ഷേ രൂപം മുഴുവനും വന്നിട്ടില്ല. എങ്കിലും വളരെയധികം സാമ്യമുണ്ട് കൂട്ടുകാരി എന്ന് പറഞ്ഞു. അപ്പൊ ചിത്രലേഖക്ക് സന്തോഷായി. ഉടനെ എന്ത് ചെയ്തു? പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധനായിരിക്കും ഉഷയുടെ കമിതാവ്. സാമ്യമകന്ന യുവകോമളൻ, ആരുമില്ല അങ്ങനെ ഇതുപോലെ എന്ന് പറയുന്ന ഒരാളില്ല. അത്രയും സുന്ദരനാണ്. ആര് കണ്ടാലും ആഗ്രഹിച്ചു പോകുന്ന അകൃത്രിമ സൗന്ദര്യം. കേശവന്റെ തനിമ പൊലിയാത്ത ദേഹകാന്തിയോട് കൂടിയവനാണ് ഈ കുട്ടി. നീ എന്താ ആലോചിക്കുന്നത്? ഉഷ ചോദിച്ചു. ചിത്രലേഖ പറഞ്ഞു, നിന്റെ കമിതാവിനെ ഏത് നിറം ഉപയോഗിച്ച് വരച്ചു കാണിക്കണം എന്നാലോചിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് ചിത്രലേഖ തങ്കലിപികളാൽ അനിരുദ്ധന്റെ ചിത്രം വരച്ചു കാണിച്ചു. ഹായ്, ഇത് തന്നെയാണ് എന്റെ രമണൻ. നിശേ സ്വപ്നത്തിൽ എന്നെ താലോലിച്ച് കടന്നു കളഞ്ഞത് ഈ മന്മഥ സ്വരൂപൻ. കള്ളൻ തന്നെയാണ് ഇവൻ കേട്ടോ, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുമോ? ഇങ്ങനെ പുലമ്പിക്കൊണ്ടുഷ ചിത്രലേഖയുടെ കരത്തിൽ നിന്നും ചിത്രം ബലമായി വാങ്ങി മാറി ചേർത്ത് പിടിച്ചു. ചിത്രലേഖ ഉഷയെ സാന്ത്വനിപ്പിച്ചു. കൃതാർത്ഥയായ മന്ത്രിപുത്രി അവളോട് പറഞ്ഞു, പേടിക്കണ്ടാട്ടോ, നീ ഭാഗ്യവതിയാണ്. അകൃത്രിമ സുന്ദരനായ യുവ കോമളനെയാണ് വരനായി ലഭിച്ചിരിക്കുന്നത്. യദുവംശത്തിന്റെ അലങ്കാരമാണ് അനിരുദ്ധൻ. നീ ഈ ചിത്രം നോക്കിയോട് വസിക്കും. ഞാൻ ഇപ്പൊ തന്നെ ചെന്നവനെ ഇവിടെ കൊണ്ടുവരാം. മായാവിദ്യയിൽ അദ്വിതീയയായ ചിത്രലേഖ പറഞ്ഞില്ലേ, അണിമാതി അഷ്ടൈശ്വര്യങ്ങളും ഉണ്ട് ഈ ചിത്രലേഖക്കെന്ന്. അക്ഷണം തന്നെ മായായ വനികയിൽ മറഞ്ഞു. അവൾ വേഗത്തിൽ തന്നെ ദ്വാരകയിലെത്തി അനിരുദ്ധന്റെ ശയനമുറിയിൽ പ്രവേശിച്ചു. ഈ പാവം ഒന്നും അറിയുന്നില്ല, ഉറങ്ങുകയാണ് പാവം. രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്ന മുറിയിൽ ഹംസത്തൂവൽ കൊണ്ട് നിറച്ച മനോഹര മെത്തയിൽ ഉറങ്ങുന്ന അനിരുദ്ധനെ മയക്കി ഹംസത്തിലേറ്റി ക്ഷണം തന്നെ അവൾ ഉഷയുടെ ശയനാകാരത്തിൽ എത്തിച്ചു. അപ്പോഴും ഉറങ്ങി കിടക്കുകയായിരുന്നു അനിരുദ്ധൻ. ഒന്നും അറിഞ്ഞില്ല പാവം. ചിത്രലേഖ ഉഷയുടെ മുഖത്തേക്ക് നോക്കി. ഏത് ഭാവമാണ് അവളുടെ മുഖത്ത് പ്രകാശിക്കുന്നെന്ന് പോലും ചിത്രലേഖക്ക് മനസ്സിലായില്ല. സ്നേഹവും കാമവും ആവേഗവും ഒന്നിച്ചുയർന്ന് അവൾ വികാരത്തിന്റെ കർപ്പൂരഖണ്ഡമായി എന്നാണ് പറയേണ്ടത്. ചിത്രലേഖ ഉഷയോട് പറഞ്ഞു, ദ്വാരകാധിപതിയായ കേശവന്റെ പൗത്രനാണ് ഈ യുവാവ്. അനിരുദ്ധൻ എന്ന് തന്നെയാണ് ഇവന് നാമം. ഈ രഹസ്യം കുമാരിയുടെ മനസ്സിലിരുന്നാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കരുതലും വേണം. ഉഷയുടെ പിതാവും കേശവനും തമ്മിൽ അടുപ്പത്തിലല്ലല്ലോ, അതറിയാലോ. അതുകൊണ്ട് അസുരാധിപൻ അറിഞ്ഞാൽ ആപത്താണ്. ഇങ്ങനെ ഉപദേശിച്ചു കുംഭാണ്ഡ നന്ദിന് പുറത്തേക്ക് പോയി. ഇനിയിപ്പൊ എനിക്കിവിടെ കാര്യമില്ല. അല്പം കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ ഉണർന്നു. ഞാൻ എവിടെയാണെന്നറിയാതെ കുമാരൻ കുഴങ്ങി. പെട്ടെന്ന് വളകിലുക്കം പോലുള്ള ഉഷയുടെ ചിരികേട്ട് അനിരുദ്ധൻ ഞെട്ടിപ്പോയി. താൻ എവിടെയാണ്? ആരുടെ ഭവനമാണ്? എങ്ങനെ ഞാനിവിടെ വന്നു? സുന്ദരിയായ തരുണി ആരാണ്? ഏതാണ് എന്നിങ്ങനെ പലവിധ സന്ദേഹങ്ങളോടെ പരിഭ്രമിച്ചു മെത്തയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന അനിരുദ്ധൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് ഉഷ പറഞ്ഞു, ഭയം വേണ്ട കേട്ടോ, ഇത് അങ്ങയുടെ ദാസിയായ ഉഷയുടെ ഗൃഹമാണെന്ന് കരുതുക. ആമുഖമായി ഇങ്ങനെ പറഞ്ഞ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഉഷ അനിരുദ്ധനെ ധരിപ്പിച്ചു. ആഹ്ലാദചിത്തനായ അനിരുദ്ധൻ ഉഷയുമൊത്ത് ആ ശയനാകാരത്തിൽ രഹസ്യമായി വസിച്ചു. ആരും അറിഞ്ഞില്ല. കാമുകിമൊത്ത് മരലീലകളാടി ബാഹ്യലോകവുമായി സമ്പർക്കമില്ലാതെ കന്യാഗ്രഹത്തിൽ തന്നെ കഴിഞ്ഞുകൂടി ഇയാള്. ചിത്രലേഖ അനിരുദ്ധന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ ഉഷയുടെ നികടത്തിലെത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് തോഴിമാര് വേണ്ടതെന്ന് അർത്ഥം. ഒരു ദിവസം അനിരുദ്ധൻ ഉഷയോട് പറഞ്ഞു, ഉഷേ, നമ്മുടെ ജീവിതം നന്മയുടേതല്ല കേട്ടോ. ഇത് ശരിയായ ഒരു ജീവിതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ ഒരു ശത്രുവിനെ എതിർക്കുവാൻ എൻ്റെ പക്കൽ കരവാള് പോലും ഇല്ല.
ഇത് കേട്ട് ഉഷ ചിത്രലേഖയുടെ സഹായത്തോടെ ആവശ്യമുള്ള ആയുധങ്ങൾ അനിരുദ്ധന് എത്തിച്ചു കൊടുത്തു. അച്ഛനെങ്കിൽ അച്ഛൻ, ആവശ്യം വന്നെങ്കിൽ ഉപയോഗിച്ചോളൂന്ന. സുഖസന്ദായകമായ ജീവിതം തേൻതുള്ളികൾ നുണയുമ്പോൾ തീർന്നു പോകുന്നത് അറിയുന്നില്ല. അതുകൊണ്ട് എത്ര കുടിച്ചാലും മതി വരുന്നതുമില്ല. അതുപോലെയാണ് മധുവിധുകാലം. എത്ര അനുഭവിച്ചാലും മതിയാകുന്നില്ല. അതിനാൽ കാലം കടന്നു പോകുന്നതും അറിയുന്നില്ല. ഉഷാനിരുദ്ധന്മാർക്കും ഇത് തന്നെ സംഭവിക്കുകയുണ്ടായി. 3 മാസം അവർക്ക് 3 ദിവസമായി കഴിഞ്ഞുപോയി. ഉഷയുടെ ഉഷസ്സിനെ വെല്ലുന്ന കമനീയ കളയപരത്തിൽ കാലം ചില മിനുക്കുമണികൾ നടത്തി. കണ്ണുകൾ വികസിച്ചു, തനതടങ്ങൾ താണുപോയി, ത്രിവലികൾ കൂടുതൽ തെളിഞ്ഞു, തലമുടി പാറിപ്പറന്നു, നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ മറിഞ്ഞു, പിടഞ്ഞുള്ള നോട്ടങ്ങളും നിന്നു. കന്യകാത്വം തകർന്ന മങ്കയുടെ തങ്കമേനിയായ ഉഷയുടെ ആകാരം. ആഹാ! സുഷമേഴുന്ന ശരീരത്തിൽ പുത്തൻ ഭാവങ്ങൾ ഉണർന്നു. അനാഘ്രാത പുഷ്പമെന്നതുപോലെയുള്ള കന്യകാലക്ഷണമില്ല ഇപ്പോൾ. ചുണ്ടുകൾ പൊട്ടി വടുക്കളായി, അധരങ്ങൾ അകത്തേക്ക് വളയുന്നത് മാറി പുറത്തേക്ക് മലർന്നു. അധരങ്ങൾ ഇതൊക്കെ കണ്ട് ഉഷ പുരുഷ സംസർഗമുള്ളവളാണെന്ന് പല തോഴിമാരും നിശ്ചയിച്ചു. അവർക്കൊക്കെ അറിയാലോ കാര്യങ്ങള്. അസുരാധിപന്റെ കർണത്തിൽ വാർത്തയെത്തി. പോരം കന്യാഗ്രഹം രക്ഷിക്കുന്ന ജനങ്ങളെ വിളിച്ച് ബാണൻ ചോദിച്ചു. അവർ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു, കന്യകയുടെ ശയനാകാരത്തിൽ സുന്ദരനായ ഒരു പുരുഷന്റെ മുഖം ചിലപ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. കണ്ടതും കേട്ടതും വിളിച്ചു പറഞ്ഞ് ആപത്തുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പ്രഭു എന്ന് പറഞ്ഞു. ആ വാർത്ത ബാണനെ ചൊടിപ്പിച്ചു. ഉഷയുടെ അന്തഃപുരത്തിൽ ആരെങ്കിലും അനാവശ്യമായി ഉണ്ടെങ്കിൽ അവരെ ബന്ധിച്ചു കാരാഗ്രഹത്തിലടക്കുക ഓർഡർ പ്രഖ്യാപിച്ചു. ബാണൻ അങ്ങനെ ആജ്ഞാപിച്ചു. വിവരം പറഞ്ഞ് ചിത്രലേഖ കൂടി വന്നവള് പറഞ്ഞു, ഉഷയെ സംഗതിയെല്ലാം നിന്റെ പിതാവ് പറഞ്ഞു. അനിരുദ്ധനെ കൊണ്ടുപോകുവാൻ ഭടന്മാരെത്തും. കുതർക്കങ്ങൾ അരുത്. എല്ലാം താമസം വിനാ ഭംഗിയാകുമെന്ന് വിശ്വസിക്കുക. ഇത് പറഞ്ഞു കൊടുത്തു. ബുദ്ധിമതിയാണ് ഈ ചിത്രലേഖ. ഇടുത്തിയായി ഇറങ്ങി വന്ന വാക്കുകൾ ഉഷയെ പൊതിഞ്ഞവൾ അഗ്നിനാളത്തിൽ പിടഞ്ഞു. സത്യം പുറത്തായ സ്ഥിതിക്ക് തന്റെ ആത്മവല്ലഭന് അപകടം പിണയുമെന്ന് കരുതി അവൾ വാതിൽ ദൃഢമായി ബന്ധിച്ചു. അപ്പോഴേക്കും ഭടന്മാർ പുറത്തെത്തി കഴിഞ്ഞു. കൊച്ചുതമ്പുരാട്ടി, വാതിൽ തുറക്കണം. പിതാവിന്റെ ആജ്ഞയാണ്. ഈ ശയനാകാരത്തിലിരിക്കുന്ന നരാധമനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുമ്പിൽ എത്തിക്കുവാനാണ് കൽപ്പന. ഇവളെ ഇഷ്ടമില്ലാതെ ഇതിനകത്ത് വേറെ ആള് വരൂലെങ്കിൽ ഈ വിദ്യാസുരന്മാർ മനസ്സിലാക്കണ്ടേ. പക്ഷെ വാതിൽ തുറന്നു. അവരെ എതിർത്തു. അനിരുദ്ധന് കാര്യം ബോധ്യമായി. ബാണാസുരൻ വിവരം ഗ്രഹിച്ചു. ഇനി ഇപ്പോൾ രണ്ടിലൊന്നറിയും. ഇത് നേരത്തെ താൻ പ്രതീക്ഷിച്ചതാണ്. ഉഷക്ക് അപകടം വരരുത്. തനിക്ക് വേണ്ടി മരിക്കുവാൻ പോലും അവൾ ഒരുക്കമാണ് എന്ന് അനിരുദ്ധൻ അറിയാം. ഇങ്ങനെ ചിന്തിച്ച് യുദ്ധവേഷം ധരിച്ച അനിരുദ്ധൻ ഭടന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. ബാണാസുരന്റെ പടയാളികൾ ക്ഷണത്തിൽ അനിരുദ്ധം വധിച്ചു. പിന്നെ അല്ല, കളിക്കണ്ട ആളോടല്ലേ കളിക്കേണ്ടത്. വിവരം പറഞ്ഞു കോപാക്രാന്തനായ ബാണൻ തന്നെ വന്നു. മറ്റുള്ള യോദ്ധാക്കളോട് ബാണൻ പറഞ്ഞു, അവൻ ധീരനാണ്. ഞാൻ മാത്രം അവനെ നേരിട്ട് കൊള്ളാം. ബാണനും അനിരുദ്ധനുമായി ഘോരമായി യുദ്ധം നടത്തി. പക്ഷേ ആ യുദ്ധത്തിൽ ബാണൻ അനിരുദ്ധനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മായാരണം ബാണൻ നടത്തി. ഇതാണ് ഇവർക്ക് ഈ മായാരണം. അങ്ങനെ ഉണ്ടല്ലോ, മായ കൊണ്ടുള്ള യുദ്ധമൊക്കെ നടത്താൻ അറിയുമല്ലോ. നാഗാസ്ത്രം കൊണ്ട് അനിരുദ്ധനെ ബന്ധിച്ചു. ഉഷയുടെ ദീനമായ പ്രലപനം വകവയ്ക്കാതെ ബാണൻ അനിരുദ്ധനെ കല്ലറയിൽ ഇട്ട് പൂട്ടുവാൻ കൽപ്പിച്ചു. കല്ലറയിൽ നാഗപാശബന്ധിതനായ അനിരുദ്ധൻ കിടന്നു. നാഗം കുത്തി അനിരുദ്ധൻ മന്ദം മരിച്ചു കൊള്ളുമെന്നായിരുന്നു ബാണന്റെ കണക്കുകൂട്ടല്. എന്നാൽ കാരാഗ്രഹത്തിൽ അല്പം കഴിഞ്ഞപ്പോൾ ഗരുഡൻ പറഞ്ഞെത്തി. പിന്നെ അല്ല, ഗരുഡൻ വരാതിരിക്കോ? തന്റെ സ്വാമിയുടെ പൗത്രനല്ലേ ഇത്, തന്റെ പ്രഭുവിന്റെ പൗത്രൻ. അതുകൊണ്ട് ആരും വിളിക്കണ്ട. ഗരുഡൻ വന്നു. നാഗപാശം നീക്കി വൈനതയം പറന്നു പോവുകയും ചെയ്തു. ഒന്നിനും നിന്നിട്ടില്ല. ഒരു നന്ദി കേൾക്കാൻ വരെ നിൽക്കാതെ വൈനതയം പോയി. ഊണും ഉറക്കവുമില്ലാതെ ഉഷ അന്തഃപുരത്തിൽ കഴിയുകയാണ്. കഴിഞ്ഞ കഥകൾ ഓർത്ത് അവൾ നടുങ്ങി. എല്ലാത്തിനും കാരണം താനാണ്. തന്റെ ആഗ്രഹമാണ് ദുരിതം വരുത്തുന്നത്. കാമമാണ്. കാമത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും?
ആത്മനാഥനെ വരുത്തി അപകടത്തിലാക്കി. എങ്ങനെയും നീതീകരിക്കാനാവാതെ ഉഷ കുഴങ്ങി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അവൾക്ക് പരമബോധ്യമുണ്ട്. മനസ്സ് കലങ്ങി ബാഷ്പം തൂവി അന്തഃപുരത്തിൽ പ്രായയായി അവൾ കഴിഞ്ഞു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒരു ദിവസം ചിത്രലേഖയെ സ്വാധീനിച്ച് കുംഭാണ്ഡനെ കൊണ്ട് കാരാഗ്രഹം തുറപ്പിച്ച് ഉഷ അനിരുദ്ധനെ കണ്ടു. അവൾ അനിരുദ്ധനോട് പറഞ്ഞു, പ്രഭോ, ഞാൻ ചെയ്ത അപരാധം മറന്ന് എനിക്ക് മാപ്പ് തരണേ ദേവ. നല്ല വേഗമുള്ള ഒരു കുതിരയും ആയുധങ്ങളും ഞാൻ തരാം. എല്ലാം ഗൂഢമായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങ് വേഗത്തിൽ ദ്വാരകയിലേക്ക് പോയിക്കൊള്ളൂ. അതുമൂലം വരുന്ന ആപത്ത് മുഴുവൻ ഞാൻ സഹിച്ചു കൊള്ളാം. പോകൂ, എനിക്ക് വേണ്ടി അങ്ങ് പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ അനിരുദ്ധൻ ആവിലം വീഴുന്ന കാന്തയുടെ കണ്ണുനീർ പതുക്കെ തുടച്ചു. എന്നിട്ട് ധൈര്യം നൽകി പറഞ്ഞു, അല്ലാതെ ഇളമുളക് കീറുന്നത് പോലെ കരഞ്ഞുകൊണ്ടാണ് കാര്യം പറയുന്നത്. പ്രിയെ, അനിരുദ്ധൻ ഒളിച്ചോടുന്നവനല്ല. അത്തരമുള്ള ഒരു കാന്തൻ ഈ പ്രിയതമക്ക് ചേരുകയുമില്ലല്ലോ. ഇല്ല, എന്റെ പിതാമഹൻ എത്തും, എന്നെ മോചിപ്പിക്കും. ഇതാണ് സത്യം. ബന്ധുരഗാത്രിയ നിന്നെ എന്റെ സഹയാത്രികയാക്കും. ധൈര്യം വിടരുത്, ആശ കളയരുത് കുട്ടി. എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുക. ഉഷ ദീനദീനം വിലപിച്ചു. ഇടമൃഗാക്ഷി പൊടുക്കെ കണ്ണടച്ചു തുറന്നു. കവിളിലൂടെ കണ്ണുനീർ നദിയായി തിരിഞ്ഞും നോക്കിയും അവൾ അന്തഃപുരത്തിലെത്തി. ബോധശൂന്യയെ പോലെ അവൾ കട്ടിലേക്ക് വീണു. നോക്കാം നമുക്ക്. ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയണ്ടേ. അനിരുദ്ധൻ പറഞ്ഞതിപ്പോ സംഭവിക്കും, അത് നാളെ ആവാം അല്ലേ. ആരായത്? ഗേയം നിൻ തിരുനാമ കീർത്തനമൊഴിച്ചെന്തുള്ളു ഹേ ശ്രീപദേ, പേയം നിൻ മുരളീരവാമൃതമൊഴിച്ചെന്തുള്ളു ഗീതാംബുധേ, ധേയം നിൻ പദപത്മമൊന്നൊഴികെ മറ്റെന്തുള്ളു ദാമോദരാ, നേയം നിൻ മഹിമാവൊഴിച്ച് അപരമെന്താനന്ദരത്നാകരാ.